ഈ ഒരു ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു. അധികം ആളുകളോട് സംസാരിക്കാത്ത, എവിടേക്ക് ഒരു കോംപ്ലക്സ് ഒക്കെ ഉള്ളിലുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അല്ലെ? തിയോ ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ അവന്റെ അച്ഛനും അമ്മയും അവനെ പിരിഞ്ഞു പോവുകയും അവന് പിന്നുള്ളതൊരു മുത്തശ്ശനായിരുന്നു. അപ്പൊ മുത്തശ്ശൻ ഈ പറഞ്ഞ പോലെ പ്രായമായിട്ട് മരിക്കുകയും, അപ്പൊ അവൻ അവന്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവനൊരു ചെറിയ ജോലിയുണ്ട്. ഇപ്പൊ അവൻ പുറത്തൊക്കെ പോകുമ്പോൾ അവൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ, അവൻ എന്താ പറയാ, ഈ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഒരു കഫേ പോകുമ്പോൾ ഒരു കപ്പിൾസ് അവരുടെ ഒരു മൊമെന്റും ഒക്കെ കാണുമ്പോൾ ഇവൻ ആലോചിക്കുന്നത്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ല, എനിക്കും ഇതൊക്കെ അനുഭവിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ട്രോമ ഇത് ഉള്ളത് കൊണ്ട് അവൻ അത് ഡീൽ ചെയ്യാൻ, അവൻ ചെറുപ്പം മുതലേ അത് ഡീൽ ചെയ്ത രീതികൾ ചിലപ്പോ കാണുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോ കുറച്ച് എന്താ പറയാ വ്യത്യസ്തമായിട്ട് തോന്നാം. അപ്പൊ അതാണ് ഇവന് മെന്റൽ എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇവന് മൊത്തത്തില് ആൾക്കാരെ നോക്കാനോ സംസാരിക്കാനോ ഒക്കെ പേടിയാണ്. പിന്നെ ഇവനെന്തെങ്കിലും ചെറിയതായിട്ട് അതിനൊരു എഫേർട്ട് ഇട്ടാൽ പോലും ആൾക്കാർ അതിനെ ഭയങ്കര വേറൊരു രീതിയിലാണ് കളിയാക്കുന്ന രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഇവൻ ഇതിന്ന് എങ്ങനെയാണ് കരകയറുന്നത്? അപ്പൊ ഇവന്റേതായ ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അതാണ് ഇതിന്റെ ഒരു ഫാന്റസി എലമെന്റ് ഒന്ന്. ഇവന് വേണ്ടി ഒരു ഫാമിലി ഉണ്ടാക്കുകയും അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവനൊരു ഫാമിലി ഉണ്ടാക്കുക, ഒരു വലിപ്പച്ചനെയും ഒരു വലിമച്ചീനെയും ഒരു ചേട്ടനെയും ചേച്ചീനെയും. അപ്പൊ ഇവനൊരു കാമുകയും വേണം. അപ്പൊ അങ്ങനെ ജഗദീഷ് ചേട്ടനെ മീറ്റ് ചെയ്യുന്നതും, ജഗദീഷേട്ടനോട് ഒരു ജോലിക്ക് കയറും. പിന്നെ എങ്ങനെയാണ് ജഗദീഷേട്ടൻ എന്ന ക്യാരക്ടർ, ഞാനും ഷാരൂഖിനെ എങ്ങനെ മീറ്റ് ചെയ്യുന്നതും, അങ്ങനെ പിന്നെ ഇവര് തമ്മിൽ ശരിക്കും ഒരു ബോണ്ട് ഉണ്ടാവുകയും, അതെങ്ങനെ പിന്നുള്ള ഒരു ജേണി, അത് ബേസിക്കലി അതാണ് സിനിമ.